നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് തടസ്സപ്പെടുക, കാരണമില്ലാതെ വീട്ടിൽ വഴക്കുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് പിന്നിൽ നമ്മൾ കാണാത്തൊരു ഊർജ്ജമുണ്ടെന്ന്? ലോകമെമ്പാടുമുള്ള പല സംസ്കാരങ്ങളും വിശ്വസിക്കുന്ന ഒന്നാണ് കണ്ണേറ് അഥവാ ഈവിൾ ഐ. ഇത് വെറും ഒരു അന്ധവിശ്വാസമാണോ, അതോ ഇതിന് പിന്നിൽ വല്ല സത്യമുണ്ടോ? നിങ്ങളുടെ ജീവിതം തകർക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കൂ. എന്താണ് യഥാർത്ഥത്തിൽ കണ്ണേറ്? ഒരാളുടെ അസൂയ കലർന്ന നോട്ടമോ അല്ലെങ്കിൽ അമിതമായ പ്രശംസയോ മറ്റൊരു വ്യക്തിയുടെ സമാധാനത്തെയോ വളർച്ചയെയോ ദോഷകരമായി ബാധിക്കുന്നതിനെയാണ് നമ്മൾ കണ്ണേറ് എന്ന് വിളിക്കുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മളുടെ ചിന്തകൾക്കും നോട്ടത്തിനും ഒരു പ്രത്യേക ഊർജ്ജമുണ്ട്. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഈ നെഗറ്റീവ് എനർജി ഒരാളിലേക്ക് പ്രവഹിക്കുമ്പോഴാണ് ദോഷങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് കണ്ണേറിട്ടിട്ടുണ്ടോ എന്നെങ്ങനെ തിരിച്ചറിയാം? പ്രധാനമായും കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ ഇവയാണ്. 1. കാരണമില്ലാത്ത തളർച്ച. നന്നായി ഉറങ്ങിയിട്ടും വിശ്രമിച്ചിട്ടും മാറാത്ത കടുത്ത ക്ഷീണം. 2. തുടർച്ചയായ തടസ്സങ്ങൾ. എല്ലാം ശരിയാകുമെന്ന് കരുതുമ്പോൾ അവസാന നിമിഷം കാര്യങ്ങൾ മുടങ്ങുക. 3. വീട്ടിലെ കലഹങ്ങൾ. സമാധാനമായിരിക്കുന്ന കുടുംബത്തിൽ പെട്ടെന്നുണ്ടാകുന്ന അനാവശ്യ വഴക്കുകൾ. 4. സാമ്പത്തിക നഷ്ടം. കയ്യിൽ പണം നിൽക്കാത്ത അവസ്ഥയോ അപ്രതീക്ഷിത ചിലവുകളോ വരിക. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം? പേടിക്കേണ്ടതില്ല. ലളിതമായ ചില കാര്യങ്ങളിലൂടെ നമുക്ക് ഈ നെഗറ്റീവ് എനർജിയെ പ്രതിരോധിക്കാം. 1. എല്ലാം തുറന്നു പറയാതിരിക്കുക. നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളും വിജയങ്ങളും അത് സംഭവിക്കുന്നതിന് മുമ്പ് എല്ലാവരോടും വിളിച്ച് പറയാതിരിക്കുക. 2. വീട്ടിലെ പോസിറ്റീവ് എനർജി. വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ഉപ്പുവെള്ളം ഉപയോഗിച്ച് തറ തുടയ്ക്കുന്നത് നെഗറ്റീവ് എനർജിയെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പറയുന്നു. 3. വിശ്വാസങ്ങൾ. പലരും കരിവളയോ കറുത്ത ചരടോ ചിഹ്നങ്ങളോ ഉപയോഗിക്കാറുണ്ട്. നിങ്ങളുടെ വിശ്വാസമനുസരിച്ചുള്ള പ്രാർത്ഥനകളും പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കുക. ഓർക്കുക, നമ്മുടെ മനസ്സിനെ കരുത്തുറ്റതാക്കി വയ്ക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിരോധം. പോസിറ്റീവായ ചിന്തകളും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം നെഗറ്റീവ് എനർജിയെ നമുക്ക് തടയാം. നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.